ഇങ്ങനെ കേട്ട നേരം ശൗനക മഹാമുനി മംഗലനായ സൂതൻ തന്നോട് ചോദ്യം ചെയ്തു. ഏതൊരു കാലത്തിങ്കൽ ആരുടെ നിയോഗത്താൽ ഏതൊരു ദേശത്തു നിന്നെന്തൊരു നിമിത്തമായി ബാദരായണൻ മുനി ചമച്ചു ഭാഗവതം. ഏതൊന്നിലും ഒരു കാംക്ഷയില്ലാത്ത ശുഗൻ ആദരാൽ അത് പഠിച്ചിടുവാനന്ദമൂലം എന്തിന് പരീക്ഷിച്ചു ദീക്ഷിച്ചിതനശനം ബന്ധമെന്തവന് ശ്രീശുകനെ കണ്ടെത്തുവാൻ. തങ്ങളിൽ ഉണ്ടായൊരു സംവാദ നിമിത്തവും എങ്ങനെയെന്ന് നമ്മോടൊക്കവേ പറയണം. എങ്കിലോ കേൾപ്പിൻ മുന്നം ദ്വാപരയുഗത്തിങ്കൽ പങ്കജവിലോചനാകിയ നാരായണൻ ശ്രീപരാശരസുതനായ അവതരിച്ചതം തപസനായി സത്യവതിയാം നാരദന് ലോകാനുഗ്രഹപരനാകിയ വേദവ്യാസൻ വേഗേന സരസ്വതി തീരത്തെ പ്രാപിച്ചുടൻ ധ്യാന തൽപരനായിട്ട് ഉള്ളിലെ കണ്ണുകൊണ്ട് മാനസമുറപ്പിച്ചു നോക്കിയ നേരത്തിങ്കൽ വന്നിതോ കലിയുഗം എന്നത് കാണായി വന്നു. മുന്നേറിൽ കുറയുന്ന ധർമ്മവും കാണായി വന്നു. കാലദോഷത്താൽ കുറഞ്ഞിടുന്ന ധർമ്മത്തിൻ്റെ പാലനം ചെയ്യുവാനായിട്ട കാലം മുനിവരൻ നാളായി പൗത്തിരു വേദത്തെ അതു പിന്നെ നാൽവർക്കും പഠിപ്പിച്ച് വെവ്വേറെ ഓരോന്നെല്ലാം വേദത്തിൻ പൊരുൾ വെളിച്ചത്തു കാട്ടിയിടുവാനായി ആദരാൽ പുരാണങ്ങൾ ചമച്ചു പഠിപ്പിച്ചു. ലോകാനുഗ്രഹാർത്ഥമായി ഇങ്ങനെ ചെല്ലും കാലം വ്യാകുലം തീർന്ന ബുദ്ധി നന്നായി തെളിഞ്ഞില്ല. എന്തൊരു കുറവെനിക്കിങ്ങനെ വന്നിടുവാൻ. ചിന്തിച്ചാൽ ഒരു മൂലമെന്നെല്ലാം പലതരം ചിന്തിച്ചിരുന്നീടിന കാലത്തിങ്കൽ അതരാ കാണായി വന്നു നാരദമുനിയെയും. അധികെ കാണായി വന്ന നാരദമുനീന്ദ്രന് സന്തോഷം വളർന്നൊരു വേദവ്യാസനും ഏറ്റവും ഭക്തി പൂണ്ടെഴുന്നേറ്റു വന്നിച്ചു നമസ്കരിച്ച് അർഘ്യവാദ്യാദികളാൽ അർച്ചിച്ചു പൂജിച്ചപ്പോൾ സൽക്കാര കുശല പ്രശ്നാദികൾ കഴിച്ചുടൻ മുഖ്യനാം ദേവോനി നാരദൻ അരുൾ ചെയ്തു. വിഖ്യാത ഗുണാംബുദേ കേൾക്കേണം ഇതു ഭവാനുൾക്കാമ്പിൽ ഉണർവേറ്റമുണ്ടല്ലോ നിനക്കെന്നാൽ. ഋഗ്വജസാമ്യായ ഭാഗാദികൾ ജഗത്രേവദ്രസാധനം സർവലോകസമ്മതം നൂനം വിസ്മയോദിതം ഭാഗവദ്യശസഹിതമായി തത്സമർപ്പണം ചെയ്യിൽ എത്രയും അത്യുത്തമം. ഭാഗവദ്യശോയുധമല്ലായും പ്രബന്ധങ്ങൾ സുഖമേ ശോഭിക്കയില്ലെന്നു കേട്ടിരിക്കുന്നു. കവിനായകനായ നിന്മനോ മാലിന്യവും ഇവിടെ നീങ്ങിടായ്വാൻ അതു കാരണം തന്നെ സർവലോകാനുഗ്രഹകര സാധനം തവ സർവസംരഹിതങ്ങൾ. എന്നാലും ഇനിയിപ്പോൾ സർവലോകേശനായ ഭഗവദ്യശസ്സോട് സർവൈക സമ്മതമായുള്ളൊരു പുരാണം നീ ചമയ്ക്ക വേണം ഇനി. എന്നാൽ നിൻ മനസ്സപ്പോൾ രമിക്കും പരമാത്മാവോട് ചേർന്ന അനുദിനം. ക്രമത്താൽ ആത്മാവിങ്കൽ അഖില കർമ്മങ്ങളും സമർപ്പിച്ചിരിക്കുമ്പോൾ ഉദിക്കും ആത്മജ്ഞാനം. ജ്ഞാനമുണ്ടാകും നേരം മാനസമല്ലങ്ങൾ താനേ പോയാകന്നീടുമില്ല സംശയമേതും. ഞാനൊരു ശൂദ്രൻ പണ്ട് ഭൂദേവ കുലാജ്ഞയാ മാനസഭക്ത്യ സന്യാസികളെ പൂജിക്കയാൽ കാരുണ്യം വളർന്നനുഗ്രഹിച്ചാൽ അവരതു കാരണം ആത്മജ്ഞാനതൽപരനായോരെൻ്റെ മാതാവ് മരിച്ചത് ദൈവാനുഗ്രഹമെന്നോർത്ത് ഏതുമേ മനസ്താപം അതിങ്കലുണ്ടാകാതെ
കേവലം ശേഷക്രിയ ചെയ്തുടൻ പുറപ്പെട്ട് ഭാവനാവശാൽ സർവം ത്യജിച്ചു ജിതേന്ദ്രിയ ഭഗവത് ധ്യാനത്തോടുകൂടവേ വനം പൊക്ക് ഭഗവതുപാസനാരതനായി വാഴും കാലം ധ്യാന വിസ്ഫുരിതനാം ഈശ്വര ഗുണരൂപം കാണാഞ്ഞു പരിഭ്രമിച്ചിടിനോരെനിക്ക് ഒരു വാണിച്ചെഞ്ചമ്മേ കേൾക്കായി വന്നിരു. നിനക്കെന്നെ കാണണമെങ്കിൽ അവകാശമില്ല ജന്മത്തിൽ. താനേ വന്നെത്തും മേൽ എന്നത് കേട്ട നേരം ആനന്ദ സമുദ്രത്തിൽ വീണ്ടുടൻ മുഴുകി ഞാൻ. മാനസഭക്യാ ഭഗവദ്യശസ്സുകളെയും ഗാനം ചെയ്തെങ്ങും നടന്നായുശേഷത്താലുള്ള കാലങ്ങൾ കഴിച്ച് ഏഴാം ബ്രഹ്മാനന്ദനിപ്പോൾ കാലാത്മാകാലം കൊണ്ട് സർവവും സാധിപ്പിക്കും എന്നെല്ലാം ഭഗവൻ മഹാത്മ്യങ്ങൾ അരുൾ ചെയ്ത്. പിന്നെ അങ്ങുടനാത്മജ്ഞാനോപദേശത്തെയും നിർണയാത്മക പ്രതിബിംബവാദാഗ്രദ്വന്ന മണ്ഡലം തന്നിൽ കാട്ടിക്കൊടുത്തോ തെളിവോടെ സന്ദേഹമൊഴിച്ചുറപ്പിച്ചെഴുന്നള്ളിയിടിനാം വന്ദ്യനാം ദേവമുനി നാരദൻ തൂക്കാലം. പിന്നെയോ സരസ്വതി തന്നുടെ തീരത്തിങ്കൽ പർണശാലയിൽ തത്ര വസിച്ചു വേദവ്യാസൻ. ബ്രഹ്മോപാസനം കൊണ്ട് ശുദ്ധമായി ചമഞ്ഞൊരു നിർമ്മലാത്മനാ പരമേശ്വര തത്വത്തെയും മായാകാരണമായ സംസാരബന്ധത്തെയും മായാസംബന്ധം തീർപ്പാനുള്ള സാധനങ്ങളിൽ ഭക്തിയോഗത്തെയും കണ്ട് ഉൾക്കാമ്പിലുറപ്പിച്ചു മുക്തിസന്മാർഗ പ്രതിപാദൈക കരണീയം ശ്രീ ഭാഗവതം ചമച്ചിടിനാൻ. അതിഭക്യ ശ്രീശുകൻ പഠിച്ചത് വിസ്തരിക്കുകയും ചെയ്തു. സൂതനാൽ ഉദിതമായി ഇങ്ങനെ കേൾക്കായപ്പോൾ പ്രീതനായി മഹാമുനി ശൗനകം ചോദ്യം ചെയ്താൻ. ശ്രീ പരീക്ഷിത്തിൻ്റെ ജനനം. ബദരായണിൽ നിജബോധമാലിന്യം തീർപ്പാൻ മോദമാത്മതു ചമച്ചാനറിങ്ങനെയല്ലോ. ജാതനായപ്പോഴേതാൻ മുക്തനായിരിപ്പൊരു വ്യാസനന്ദനൻ നിരാശാകരനാത്മാരാമൻ. ശ്രീശുകൻ ഭാഗവതം പഠിപ്പാനങ്ങണ്ടതിൽ ആശയായത് ചൊൽകൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ചൊല്ലിനാനത് സുതനെല്ലാവർക്കും ആത്മാവല്ലോ കല്യാണപ്രദനായ ഭഗവാൻ നാരായണൻ. തദ്ഗുണങ്ങളെ അനുസരിച്ചു ഭക്യാ വേണം നിർഗുണത്തിങ്കൽ ചേർന്നു ലയിപ്പാൻ അറിഞ്ഞാലും. അങ്ങനെ ഗുണപ്രസിദ്ധാത്മകൻ ചരിത്രങ്ങൾ ഇങ്ങൊരു ഫലശ്രദ്ധ കൂടാതെ മുനികളും സംഘനാശനകരമെന്നോർത്തു ശീലിക്കുന്നു. സംഗമോ ഭഗവന്മായ ഗുണങ്ങളിലെല്ലോ ഇങ്ങനെ നിരോധിച്ചു ശ്രീശുകൻ ഭാഗവതം തിങ്ങിന ഭക്ത പഠിച്ചിടുവാൻ അവകാശം. ഭഗവത് ഗുണങ്ങളിൽ അവിലോപിത ചിത്തനകമേ ശുകൻ പഠിച്ചിടിനാനതു പിന്നെ നൃപതി വിഷ്ണുരാധൻ തന്നെ കേൾപ്പിപ്പാനുള്ളോര് അവകാശവും പുനരതുനാ ചൊല്ലാമല്ലോ. ഭാരത യുദ്ധത്തിങ്കൽ വീരനാം നരവരന്മാരെല്ലാം മരിച്ചൊടുങ്ങിയിടിന ശേഷത്തിങ്കൽ മാരുതിയുടെ ഗതയേറ്റുടൻ തുടഞ്ഞെരിഞ്ഞാരാഴൽപ്പെട്ട് യുദ്ധഭൂമിയിൽ കിടക്കുന്ന ദുര്യോധനനെ കണ്ടത് സങ്കടത്തോടെ ഗുരുനന്ദനൻ ചെന്ന് ചതിയാൽ ഉറക്കത്തിൽ ദ്രുപദ പുത്രീ സുതന്മാർ തലകളെ അറുത്തവനീശ്വരൻ മുമ്പിൽ വച്ചതങ്ങവനേതും പെരുകെ പ്രിയമായില്ലതിനാൽ അതിശുചാക്കരയും ദ്രുപദജാ സവിതേ ചെന്നു നിന്ന പുരോധനൻ ചൊന്നാനിതു ചെയ്തവൻ ഒരു ധരണേസുരവരൻ. എങ്കിലും അവൻ തല മുമ്പിൽ വച്ചിനി നിന്റെ ദുഃഖം ഞാൻ തീർപ്പനെന്നുവൻ കൂട് സമയം ചെയ്താശ്വസിപ്പിച്ച ശേഷം കൃഷ്ണ സാരഥിയായി തേരിലങ്ങേറിച്ചെല്ലും. ജിഷ്ണു നന്ദനനെ കണ്ട ശ്വത്ഥാമാവം നേരം ഭിതനായോടിന
നാനാദിക്കുകൾ തോറും നടന്നേതുമാശ്രയം കാണാൻ അർജുനൻ തന്നെ നോക്കേ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാൽ അതിനെ കൃഷ്ണാജ്ഞയാ ബ്രഹ്മാസ്ത്രം കൊണ്ട് തന്നെ തടുത്തങ്ങ് അവനെയും പിടിച്ചുകെട്ടി ദ്രുപദാത്മജ തൻ്റെ മുമ്പിൽ അടുക്ക വെച്ച് സത്യം ഭരിച്ചാൻ ധനഞ്ജയൻ. തദന പാഞ്ചാല ഭൂപാല നന്ദന ഗുരുസുതനെ കണ്ട് ദയാവതിദാനതു നേരം മനസ്സി ഭക്തി വളർന്ന് അഭിവന്ദനം ചെയ്തതിനെ ഇവന്തം അഴിച്ചയക്കെന്നാൾ അവൾ. ബ്രാഹ്മണോത്തമനാചാര്യാത്മജൻ ഇവനല്ലോ ബ്രാഹ്മണദ്വേഷം യോഗ്യമല്ലെന്ന് നൃപപുത്രിച്ചൊന്നതാദരിച്ച് ധർമാത്മജമുകുന്ദന്മാർ നിന്നളവേറ്റം ബഹുമാനിച്ചു മറ്റുള്ളവരും നിന്നത് കണ്ട് വായു നന്ദനൻ അവൻ തന്നെ കൊന്നൊടുക്കണം. ചൂടാരത്നമെന്നൊരുമ്പെട്ട് വന്നവൻ തന്നോടത് യോഗ്യമല്ല വദ്യനാകുന്നതിദ്ധരാസുരൻ എന്നതിനി ഇപ്പോൾ കൊന്നതിൻ ഫലം വരുത്തിയിടുവേനീടെ ഞാൻ എന്നരുൾ ചെയ്ത് നന്ദനന്ദനൻ നാരായണൻ. പിന്നെ അവൻ തലശിഖയാ കൂടെ ചിരച്ചന്യൂന സഹജമായുള്ളൊരു ചൂടാരത്നം ചൂഴ്ന്നെടുത്ത് അവിടെ ബന്ധിച്ച ബന്ധവും തീർത്ത് പൂർണ്ണവേദനയോടെ കേണുവീണവൻ തന്നെ കണ്ടോ പടവീട്ടിൽ നിന്നുടൻ പുറത്താട്ടിക്കൊണ്ടുപോയാക്കി പുരിമുക്കിരുന്നരുളുമ്പോൾ കൊണ്ടൽ വർണ്ണൻ ദ്രുപദാത്മജ തന്നെ കൂടെ കൊണ്ടുപോയി കുരുക്ഷേത്രം പ്രാപിച്ചു. രണാങ്കണേ പണ്ടുതാൻ പ്രതിജ്ഞ ചെയ്തുള്ളതങ്ങവൾക്കുള്ളിൽ വീണ്ടലല്ലിയെ കാട്ടിക്കൊടുത്തു വാക്കന്മാരെ കൊണ്ട് യുദ്ധത്തിൽ മരിച്ചുള്ളവർക്കെല്ലാം ഗതിയുണ്ടാവാൻ ശേഷക്രിയ ചെയ്യിച്ചു വഴി പോലെ ധർമ്മജൻ തനിക്കു രാജ്യത്തെയും സമർപ്പിച്ചു നിർമ്മലൻ. ദ്വാരാവതിക്കെഴുന്നള്ളിയിടുവാൻ തുടങ്ങും നേരം നിജ ഗർഭവിച്ഛേദം ചെയ്യുവാൻ തുടർന്നു വരും. വിരിഞ്ചാസ്ത്രവേഗത്താലുള്ളം നടുങ്ങി ശരണമായി ഉത്തരകരയുമ്പോൾ മടങ്ങി കുരുകുലം രക്ഷിപ്പാൻ അഖിലേശൻ ഗർഭത്തെ സ്വമായ മൂടി രക്ഷിച്ചു വെച്ചു ചുക്കുമാൻ. ഒരുമ്പട്ട യാത്ര കണ്ടതു നേരം കുന്തിയും പുത്രന്മാരും ശ്രീപാദാം ഭുജത്തിങ്കലന്തികെ നമസ്കരിച്ചന്തർമോദേന ചൊന്നാർ. സന്തതം സദാം ചിത്താന്തസ്ഥിതനായുള്ളൊരു നിന്തിരുവടി എൻ്റെ സന്തതി ജാതങ്ങളെ സന്തോഷിപ്പിച്ചു രക്ഷിച്ചിടുവാൻ ഇവിടെ നിന്നെന്തെല്ലാം ദുഃഖമനുഭവിച്ചു ജഗൽപതേ. ചിന്തിച്ചാലത് സുഖമങ്ങെന്നു വരികിലും നിന്തിരുവടിക്കായിക്കൊണ്ട് എപ്പോഴും നമാമ്യകം. ബന്ധുവത്സലനായ നിന്നെ വേർപെട്ടാൽ ഇവർ ആന്തന്മാരെന്നുദയാ സിന്ധോ ഞാൻ ചൊല്ലേണമോ. സർവാത്മാ സർവജ്ഞനാം നിന്തിരുവടി എന്നാൽ സർവാപരാധങ്ങളും ക്ഷമിച്ചു ചെറുതിനും വാഴേണമിപ്പോൾ ഇവിടെ പാഴായി വരും അല്ലെന്നാകൽ താഴാനേലിളപ്പവും ഉണ്ടാം എന്നവൾ ചൊല്ലും നിർബന്ധ മധുരവാക്യ സ്തുതികളെ കേട്ട് സദ്ബന്ധു തെളിഞ്ഞതത്രയോ വാണീടും കാലം. ധർമ്മജൻ രാജ്യലോപം കൊണ്ടു താൻ ചെയ്തതെല്ലാം ദുർമതമെന്നു ചിന്തിച്ച് അതനായി ചമകയാൽ ധർമാധർമ്മങ്ങൾ ഗംഗാനന്ദനൻ തന്നെ കൊണ്ട് നിർമ്മലൻ ഉപദേശിപ്പിച്ചതു മടക്കിനാൻ. പിന്നെ ഗംഗാദത്തൻ കൃഷ്ണനെ കണ്ടു തെളിഞ്ഞ ന്യൂനഭക്ത്യ നിജ ചിത്തത്തിൽ ഉറപ്പിച്ചു വർണ്ണിച്ചു ദേഹത്യാഗം ചെയ്തവൻ ഗതി കണ്ട് പുണ്യവാൻ തന്റെ ശേഷക്രിയകളതും ചെയ്ത് രാജ്യവും പരിപാലിച്ചാത്തലും ഒഴിച്ചു വാണിയിടിനാൻ ധർമാത്മജൻ. കൃഷ്ണനും പൗരാണികാചാര്യനാം ദൗമ്യന്താനും ജിഷ്ണു ഭീമാദികളും ഒത്തുപോയി പനിമല പൊക്കുടൻ നിധിയെടുത്ത അശ്വമേധവും കഴിച്ചുൾക്കാമ്പിൽ ധർമാത്മജനത്രയും സുഖം ചേർത്ത് വത്തിച്ചുകൂടെ പിരിയാതെ 4-5 മാസം ഉത്തമ ശ്ലോകൻ തത്ര വസിച്ചാൻ. വസിച്ചോരാനന്തരം കുന്തിയെ കണ്ടുവന്നിച്ചന്തസ്താവും തീർത്ത് കുന്തി നന്ദനന്മാരോട് അനുവാദവും കൊണ്ട് ശ്രീമദ്വാരകാപുരിക്കങ്ങെഴുന്നള്ളിയിടിനാൻ.
കാമതൻ തന്നെ കണ്ടു സുഖിച്ചാരെല്ലാവരും അക്കാലം ചക്രായുധന്മായ ഗർഭത്തിങ്കൽ രക്ഷിച്ചങ്ങിരുന്നൊരു പുത്രനെ പ്രസവിച്ചാൾ. മത്സ്യനന്ദനാ പരീക്ഷിച്ചെടുത്തുള്ളനായ പുത്രന് പരീക്ഷിച്ചെന്നിട്ടിൽ നാമത്തെയും